ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പ്രമോയിൽ കണ്ടു കാണും അല്ലെ, നമ്മുടെ പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ശേഷം നമ്മുടെ ബലരാമൻ സിദ്ധാർത്ഥനോട് കൈകൂപ്പി മാപ്പ് പറയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഗിരീഷ് മാഷിന്റെ വീട്ടിലെ കുറച്ച് രംഗങ്ങളായിട്ട് മെയിൻ ആയിട്ട് കാണിച്ചത്. നമ്മുടെ ഗിരീഷ് മാഷിന്റെ അമ്മ പറയുന്നുണ്ട്, ഇനി ഈ ഒരു കാര്യത്തില് നമ്മുടെ രജനിയെ നമുക്ക് തരാതിരിക്കോടാ, ഈ ഒരു കല്യാണത്തിന് അവര് എന്താ പറയാ സമ്മതം, അവര് വിസമ്മതിക്കുമോ ഇനി എന്നൊക്കെ നമ്മുടെ ഗിരീഷ് മാഷിനോട് അമ്മ ഇങ്ങനെ കുറച്ച് എന്താ പറയാ ആകുലതകളൊക്കെ അറിയിക്കുന്ന നിമിഷങ്ങളാട്ടോ. അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷ് പറയുന്നുണ്ട്, പിന്നെ അവരുടെ തീരുമാനം അതാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ. എന്താ പറയാ, പ്രഭാവതി മാഡത്തിന് രജനി എനിക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ, വിധി പോലെ വരട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ഗിരീഷ് മാഷ് പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ. അല്ലാതെ നമ്മുടെ ഗിരീഷ് മാഷിന് ഇപ്പൊ പണ്ടത്തെ ആ ഒരു വാശിയൊന്നുമില്ല, താൻ രജനിയെ തന്നെ കെട്ടിയിരിക്കും, രജനിയെ താൻ ഉറപ്പായിട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും എന്നുള്ള ഒരു വാശിയൊന്നും ഇപ്പോഴത്തെ ആ ഒരു രംഗങ്ങളിൽ ഇല്ലായിരുന്നു കേട്ടോ. അവർക്ക് വേണമെങ്കിൽ നടത്തിക്കോട്ടെ എന്നുള്ളൊരു സംസാരമാണ് നമ്മുടെ ഗിരീഷിന്റെ ഭാഗത്തു നിന്നും. ഇനി ചന്ദ്രോത്തുകാര് എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ സിദ്ധാർത്ഥനും നന്ദനും എന്തായാലും നമ്മുടെ രജനി ചേച്ചി ഗിരീഷ് മാഷിന് കൊടുക്കാൻ തന്നെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ ഇനി നമ്മുടെ പ്രഭാവതി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാട്ടോ നമ്മൾക്ക് അറിയേണ്ടത് അല്ലെ. പ്രഭാവതിന് നമ്മുടെ പ്രകാശ് മേനോന്റെ കാര്യം പറഞ്ഞ് ഈ ഒരു വിവാഹം മുടക്കാൻ തന്നെയായിരിക്കും സാധ്യത കൂടുതലും അല്ലെ. അല്ലെ തന്നെ ഈ വിവാഹത്തിന് താല്പര്യമില്ല, ഇപ്പൊ പറയാനൊരു കാരണം കൂടി ആയല്ലോ. പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഇതുപോലെ പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.